നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകാൻ ജില്ലാ കോടതിയിൽ പുതിയ സൗകര്യം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ കോടതി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കോടതിയിൽ തുടക്കമായി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചും ലോക പരിസ്ഥിതി ദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. ജില്ലാതല ഉദ്ഘാടനം ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കുമ്പള കൊടിയമ്മയിലെ കോഹനൂർ പബ്ലിക് സ്കൂളിൽ വൻ കവർച്ച. ഓഫീസ് മുറിക്കകത്ത് സൂക്ഷിച്ച 5,60,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. ബീഡിയുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് വൻ തുക നികുതി ചുമത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിൽ ബീഡി തൊഴിലാളികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം അസദുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യും. ജൂൺ 11 നടക്കുന്ന ചടങ്ങിൽ ബദർ സ്മരണയും നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. കോടതിയുടെ നടപടിക്രമങ്ങളും വ്യവഹാര സംബന്ധമായ വിവരങ്ങളും ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ കോടതി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കോടതിയിൽ തുടക്കമായി. കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വക്കീലിന്റെയോ ഗുമസ്തന്റെയോ മറ്റ് അതോറിറ്റിയുടെയോ സഹായമില്ലാതെ തന്നെ ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് കാസർഗോഡ് ജില്ലാ ജഡ്ജ് മനോഹർ കിണി KCN ന്യൂസിനോട് പറഞ്ഞു. കക്ഷികൾക്ക് തങ്ങളുടെ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ ബെഞ്ച് ഡെസ്കിൽ ബെഞ്ച് ക്ലർക്കിൻ്റെയോ അഭിഭാഷകരുടെയോ സഹായമില്ലാതെ സ്വയം കണ്ടെത്താനാകും. കക്ഷികൾക്ക് കിയോസ്കുകളിലൂടെ കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോടതികളിലെയും വിവരങ്ങൾ ലഭിക്കും. കക്ഷികളുടെ കേസിലെ നിലവിലെ അവസ്ഥ, ഏത് കോടതിയിലാണ് തങ്ങളുടെ കേസുകൾ നടക്കുന്നത്, എത്രാമത്തെ കേസാണ് എന്നിങ്ങനെ കേസ് സംബന്ധിച്ച ഏത് കാര്യവും കിയോസ്കിലൂടെ ലഭ്യമാകുമെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജ് മനോഹർ കിണി KCN ന്യൂസിനോട് പറഞ്ഞു. ഏത് കേസിൻ്റെ പെൻഡിങ് കേസോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കേസോ നോക്കുകയാണെങ്കിൽ അത് നമ്പർ ഇട്ടാൽ അതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റും. ആ കയോസ്കിൻ്റെ പ്രയോജനം അതാണ്. ഈ സാധാരണ റെയിൽവേ സ്റ്റേഷൻ കാണുന്നില്ല, നിങ്ങൾ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നില്ല, അതുപോലെ തന്നെയാണ്. ടച്ച് സ്ക്രീനാണ്. നമ്മൾ FIR നമ്പർ അല്ലെങ്കിൽ കേസ് നമ്പർ ഇടുക, വക്കീലിൻ്റെ പേരിടുക, അല്ലെങ്കിൽ കക്ഷിയുടെ പേര്, അല്ലെങ്കിൽ കോടതിയുടെ പേരിട്ടാലും കിട്ടും. നമ്പർ അറിയാമെങ്കിൽ പെട്ടെന്ന് കിട്ടും. ശരിക്കും നേരിട്ട് തന്നെ നമുക്ക് കേസിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. ഇപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയോ ഓർഡറോ അങ്ങനെ വേണമെങ്കിൽ നോക്കാം. അവാർഡൊക്കെ ഉണ്ടെങ്കിൽ അവാർഡ് എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. MSCT അവാർഡൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി പ്രൊസീഡിങ്സ് അറിയാൻ പറ്റും. ഇന്ന് കേസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു അറിയാൻ പറ്റും. ഇന്ന് സിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് മുൻകൂട്ടി അറിയാൻ പറ്റും. വക്കീലിനെ ഗുമസ്തനെ ആശ്രയിക്കാതെ തന്നെ നേരിട്ട് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ പ്രയോജനം. പിന്നെ ഇപ്പോൾ സർവീസ് സെൻറ്ററും കൂടി തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരുന്നാൽ ഇൻഫർമേഷനും കിട്ടും. കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവിടെ മുഴുവൻ അവിടെ തന്നെയാണ്. വർക്കിംഗ് ഡേയ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ പാരമ്പര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ 2 കോടതിയാണ് ഇപ്പോൾ മോഡൽ കോഡ്സായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും എടുത്തിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലാ കോടതിയും JFCM 1 മജിസ്ട്രേറ്റ് കോടതിയുമാണ് ഇവിടുത്തെ മോഡൽ കോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്, അവിടെ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിന്നാൽ കേസ് ഏത് കേസാണ് എടുക്കുന്നതെന്ന് ഇപ്പോൾ പുറത്ത് നിന്ന് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ഒരു മോഡേണൈസേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ലോ ആണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നമ്പർ, FIR നമ്പർ, കക്ഷിയുടെ പേര്, കേസ് ഫയലിംഗ് നമ്പർ, CNR നമ്പർ ഇവയിൽ ഏതെങ്കിലും ടച്ച് സ്ക്രീനിലൂടെ നൽകിയാൽ സിവിൽ ക്രിമിനൽ കേസ് സംബന്ധമായ ഏത് വിവരവും ഞൊടിയിടയിൽ അറിയുവാൻ കഴിയും. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 5 വരെ സമയങ്ങളിൽ കിയോസ്കുകൾ പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ മാതൃകാ കോടതി പദ്ധതി പ്രകാരമാണ് കാസർഗോഡിനെ കിയോസ്കുകൾ അനുവദിച്ചതും പ്രവർത്തനം ആരംഭിച്ചതും. കിയോസ്കുകൾക്ക് പുറമെ ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് ഡിസ്പ്ലേ സ്ക്രീൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രീനിലൂടെ കക്ഷികൾക്ക് തങ്ങളുടെ കേസ് എപ്പോൾ വിളിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുവാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് KCN. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചും ലോക പരിസ്ഥിതി ദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. ജില്ലാതല ഉദ്ഘാടനം ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഹരിത കേരളം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണിത്. വിദ്യാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെയാണ് നാടാകെ മരത്തൈകൾ നട്ടുപിടിപ്പിച്ചത്.
തേക്ക്, കണിക്കൊന്ന, ഇലഞ്ഞി, മണിമരുത്, ചന്ദനം തുടങ്ങിയ ഫലവൃക്ഷ ഔഷധ ഇനത്തിൽപ്പെട്ട 100ഓളം മരത്തൈകളാണ് വിവിധയിടങ്ങളിൽ നട്ടത്. സാമൂഹിക വനവൽക്കരണ വിഭാഗം നടത്തിയ ജില്ലാതല പരിപാടി ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിൽ മന്ത്രി ഇ. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് വേണ്ടി മാത്രമല്ല, ജീവജാലങ്ങൾക്കെല്ലാം വേണ്ടി, പക്ഷി മൃഗാദികൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും കൂടുവെക്കാൻ, കഴിഞ്ഞുകൂടാൻ നമ്മൾ മനുഷ്യന് കൂടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് ഈ കഴിഞ്ഞൊരു വർഷക്കാലമായി. വരാനിരിക്കുന്ന വർഷങ്ങൾ അത് പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിശ്വാസം. വീടില്ലാത്തവന്റെ വീടെന്ന നമ്മുടെ സങ്കല്പം പോലെയാണ് കൂടില്ലാത്ത പക്ഷിമൃഗാദികൾക്ക് കൂടുണ്ടാകേണ്ടത്. അവരും സംരക്ഷണം ഉണ്ടാകണം, അവർക്ക് ആവശ്യമായ സങ്കേതങ്ങൾ ഒരുങ്ങണം. അപ്പോൾ നമ്മൾ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം. നമ്മൾ തടികൾ ആവശ്യമാണ്, ആ തടിക്ക് ഏറ്റവും അനുയോജ്യമായ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം. ഏറ്റവും മനോഹരമായ പുഷ്പങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കാടുകൾ നമുക്ക് ആവശ്യമാണ്, അതിനു വേണ്ടുന്നത് നമ്മൾ ഉണ്ടാക്കണം. ഏറ്റവും ഏറെ മനുഷ്യരാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിവിധ തരം മരങ്ങൾ ഉണ്ടാക്കുന്നതിന് വെച്ചുപിടിപ്പിക്കുന്നതിന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പോകുമ്പോൾ ഒരു വർഷം വെച്ചത് അടുത്ത വർഷത്തിൽ ഇല്ല എന്ന് വരാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാറ്റിനെയും സംരക്ഷിക്കാൻ നമ്മൾ നോക്കണം. മഴക്കുഴികൾ കുഴിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചും ജില്ലയിൽ പരിസ്ഥിതി ദിനം ആഘോഷമാക്കി മാറ്റി. DYFI, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യുവമോർച്ച സംഘടനകളും പരിസ്ഥിതി ദിനാചരണം വ്യാപകമായി ആചരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന സന്ദേശങ്ങളും പരിസ്ഥിതിയെ അടുത്തറിയാനുള്ള അവസരവും ഒത്തുചേർന്നതായിരുന്നു ഇത്തവണത്തെ പരിസ്ഥിതി ദിനം. വൃക്ഷത്തൈകൾ നടുന്നതുപോലെ അവയെ സംരക്ഷിക്കാനും ശ്രദ്ധ ചെലുത്തണം എന്നതും ഓർമ്മിക്കേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് KCN. ലോക പരിസ്ഥിതി ദിനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരങ്ങൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് നട്ടു. ജില്ലയിൽ വിവിധ സംഘടനകളും നാടിന്റെ പച്ചപ്പ് കാക്കാൻ വൃക്ഷത്തൈകൾ നട്ട് രംഗത്ത് വന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെമ്പാടും വിവിധ സംഘടനകളും ക്ലബ്ബുകളും രാഷ്ട്രീയ സംഘടനകളും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. നഗരപ്രദേശത്തും ഗ്രാമീണ മേഖലയിലും നിരവധി സംഘടനകളാണ് ഇത്തരത്തിൽ പച്ചപ്പ് കാക്കാൻ രംഗത്ത് വന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോടതി വളപ്പിൽ ജഡ്ജിമാർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സംസ്ഥാനമെമ്പാടും 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങുമ്പോൾ ഒപ്പം അണിചേർന്ന് മാതൃകയാവുകയാണ് കാസർഗോഡ് ജില്ലാ കോടതിയിലെ ജഡ്ജിമാർ. ജില്ലാ സെഷൻസ് ജഡ്ജി മനോഹർ കെണി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് ജില്ലാ ജഡ്ജി ശശികുമാർ, അഡീഷണൽ സെക്കൻഡ് ക്ലാസ് ജില്ലാ ജഡ്ജി സനു എസ് പണിക്കർ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് G അനിൽ, സബ് ജഡ്ജി PT പ്രകാശൻ, മജിസ്ട്രേറ്റ് ശ്രീജ ജനാർദ്ദനൻ നായർ, സ്ഥിരസ്ഥേദാർമാരായ V കുമാരൻ, സക്കറിയ, പബ്ലിക് പ്രോസിക്യൂട്ടർ PV ജയരാജൻ തുടങ്ങിയവർ വൃക്ഷത്തൈകൾ നട്ടു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ജീവനക്കാർ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. വൃക്ഷത്തൈകൾ നട്ട് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഗുണം വരും തലമുറയ്ക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഭാവി തലമുറ നമ്മളെ ശപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മളുടെ ജീവിതം തന്നെ ഇന്ന് ദുരിതപൂർണ്ണമാണ്. ഇതിനേക്കാൾ ദുരിതമാണ് ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മൾ ഇങ്ങനെ ഈ നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തേക്കാൾ എത്രയോ വലിയ ദുരിതമാണ് അനുഭവിക്കാൻ പോകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം, ഡോക്ടർമാരായ നാരായണ നായക്ക്, അബ്ദുൾ സത്താർ, കൃഷ്ണനായക്ക്, സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങൾ, KGMOA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരത്ത് SKSSF ഉദ്യാവര ജുമാ മസ്ജിദ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഉദ്യാവര ജമാഅത്ത് പരിസരത്തായിരുന്നു പരിപാടി. ഉദ്യാവര 1000 ജമാഅത്ത് ഖത്തീബ് അബ്ദുൾ സലാം മദനി ഉദ്ഘാടനം ചെയ്തു. UK സൈഫുള്ള തങ്ങൾ, ബാബ ഹാജി, ഷാജഹാൻ, മുജീബ് തുടങ്ങി നിരവധി പേർ പങ്കാളികളായി. സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാസർഗോഡ് താലൂക്ക് ബസ് ട്രാൻസ്പോർട്ട് ഓണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. അണങ്കൂരിലെ ഓഫീസ് മുൻവശത്താണ് വൃക്ഷത്തൈകൾ നട്ടത്. RTO ബാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. ആ ലെവലിൽ താഴെ ഈ ഭൂമിയുടെ താപനില നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം എല്ലാ ആളുകൾക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വരുമ്പോൾ ഒരു 2025 വരെ ഈ ഡീസൽ ഉപയോഗിച്ചുള്ള പണികളുള്ളൂ. എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിൽ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കുന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സത്യം പൂച്ചക്കാട്, തിമ്മപ്പ ഭട്ട്, PA മുഹമ്മദ് കുഞ്ഞി, ശങ്കരൻ നായിക്, K ഗീത,
സുബ്ബണ്ണ ആൾവ, LM ഹസൈനാർ, CA മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. അണങ്കൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ജീവനക്കാർ ആശുപത്രി പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP സുജിത് കുമാർ, മീനാകുമാരി, അഷറഫ്, KM ജയപ്രകാശ്, ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വൃക്ഷത്തൈ വിതരണം വിപുലമായി സംഘടിപ്പിച്ചു. K ശശിധര IAS ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തിനോട് അതേ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം, സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ്. സസ്യങ്ങൾക്കും സകല ജീവജാലങ്ങളെ പോലെ സസ്യങ്ങൾക്കും ജീവനുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, വികാരങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വസ്തുത മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ പച്ച പുതപ്പിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഷെരീഫ് കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷോറൂം ഹെഡ് അൻവർ കളനാട്, CI മുഹമ്മദ് കുഞ്ഞി, നൌഷാദ് ജഹ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സുലൈമാൻ, വിനോദ് ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന്റെ പിറ്റേന്ന് സ്കൂൾ കുത്തിത്തുറന്ന് വൻ കവർച്ച. കുമ്പള കൊടിയമ്മയിലെ കോഹിനൂർ പബ്ലിക് സ്കൂളിന്റെ ഓഫീസ് മുറിക്കകത്ത് സൂക്ഷിച്ച 5,60,000 രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. പ്രിൻസിപ്പൽ അഹമ്മദ് നിസാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടിയമ്മ കോഹിനൂർ പബ്ലിക് സ്കൂളിന്റെ ഓഫീസ് കുത്തിത്തുറന്നാണ് 5,60,000 രൂപ കവർന്നത്. പ്രിൻസിപ്പാളിന്റെ മുറിയുടെ വാതിൽ തകർത്താണ് അകത്തു കടന്നത്. മേശവലിപ്പ് കുത്തിപ്പൊളിച്ചാണ് 5 ലക്ഷം രൂപ കവർന്നത്. 3 അലമാരകൾ കുത്തിത്തുറന്ന നിലയിലാണ്. 60,000 രൂപ ഓഫീസിലെ അലമാരക്കകത്തായിരുന്നു. 5 ലക്ഷം രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി കരാറുകാരന് നൽകാൻ 2 ദിവസം മുൻപ് പിൻവലിച്ചതാണ്. പ്രിൻസിപ്പൽ അഹമ്മദ് നിസാറിന്റെ പരാതിയിൽ കുമ്പള പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ബീഡിയുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് വൻതുക നികുതി ചുമത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിൽ ബീഡി തൊഴിലാളികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU ജില്ലാ സെക്രട്ടറി K ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ബീഡിയുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് വൻതുക നികുതി ചുമത്തിയത് സാധാരണക്കാരായ ബീഡി തൊഴിലാളികളെ ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ബീഡി വ്യവസായം ഉപജീവനമാക്കിയ 60 ലക്ഷത്തോളം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടാനും ഇത് കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രശ്നം ഏറെ ബാധിക്കുന്നത് ദിനേശ് ബീഡി സ്ഥാപനത്തെയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ബീഡി തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി K ഭാസ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. T ജാനകി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ V സുരേന്ദ്രൻ, M സരോജിനി, K കുഞ്ഞിരാമൻ, A നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തിലെ അസാദുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്യും. ജൂൺ 11 നടക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് ബദർ സ്മരണയും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ അസാദുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ 313 കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റ് വിതരണവും ബദർ സ്മരണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 11 നടക്കുന്ന കിറ്റ് വിതരണത്തിൽ ആരിഫ് ഇമാമി പരപ്പ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് അസാദുദ്ദീന്റെ കീഴിൽ പുള്ളരക്കട്ടയിൽ പ്രവർത്തിക്കുന്ന ഷഹറാദുദ്ദീനിലും കിറ്റ് വിതരണം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് അസാസുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ. ജാതി മത ഭേദമന്യേ നിർധനരായ കുടുംബങ്ങൾക്ക് സഹായ സഹകരണം ചെയ്തു വരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ മദ്രസ പള്ളികൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ സാമൂഹിക സേവന രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് പുത്തനുണർവ് നൽകുകയാണ് സംഘപ്രവർത്തനങ്ങൾ. റമദാൻ കിറ്റ് വിതരണം ജൂൺ 11 രാവിലെ 8 മണിക്ക് ചിഗിർപാത പറന്തറകുതി അസാസുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിൽ നടത്തും. പ്രസ്തുത പരിപാടിയിൽ ഹാരിസ് ഇമാമി പരപ്പ പ്രഭാഷണം നടത്തും. മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരിഫ് ഹനീഫി, മജീദ് KGN, ഹൈദർ സഖാഫി, മുസ്താഖ് ഹാജി, അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നൂറ്റാണ്ടിന്റെ വെളിച്ചം പകർന്ന നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയിൽ അറിവിനാണ് പ്രാധാന്യമെന്നും സ്പീക്കർ വ്യക്തമാക്കി. വടക്കൻ മലബാറിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വിജ്ഞാന കേന്ദ്രമായിരുന്ന നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി.
നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത വിദ്യാഭ്യാസ രീതിക്ക് മാറ്റം സംഭവിച്ചുവെന്നും രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവമാണ് ഇന്ന് നടക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഈ വിദ്യാലയം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ട സംവാദത്തെ സംബന്ധിച്ച് ഒരു തുറന്ന സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ജൂബിലി ആഘോഷം നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത്. പഠനം എന്ന് പറയുന്നത് കേവലം വിവരങ്ങളുടെ സമാഹരണം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നു. നമുക്കിന്ന് വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻസ് കിട്ടാൻ പാഠപുസ്തകങ്ങളോ അധ്യാപകന്റെ സഹായമോ ഗുരുമുഖത്ത് നിന്നുള്ള ഏകപക്ഷീയമായ ക്ലാസ്സുകളോ ആവശ്യമില്ലാത്ത വിധം കാലം മാറിയിരിക്കുന്നു. മൗലികമായ കഴിവുകൾ ഉപയോഗിച്ച് അവസരങ്ങൾ നേടാൻ വിദ്യാർത്ഥി സമൂഹം പ്രയത്നിക്കണമെന്നും അറിവിൻ്റെ സംഭരണിയാണ് സംസ്കാരമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി E ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വെബ്സൈറ്റ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ നിർവഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കാളികളായി. ചടങ്ങിൽ മുൻ MLA മാരായ KP സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണൻ, നീലേശ്വരം രാജാവ്, TC ഉദയവർമ്മ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെയും ബസ് ഉടമസ്ഥ സംഘം പ്രതിനിധികളുടെയും ടേബിൾ ടോക്കിൽ വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രാ വിഷയം ചർച്ചയായി. വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരുമായുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെയും ബസ് ഉടമ സംഘം പ്രതിനിധികളുടെയും ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കാലങ്ങളായി വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിദ്യാർത്ഥി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സത്യം പൂച്ചക്കാട്, KSU ജില്ലാ പ്രസിഡന്റ് നോയൽ ടോമിൻ ജോസഫ് തുടങ്ങിയ നിരവധി പേർ സംബന്ധിച്ചു. അപ്പോൾ എങ്കിലും കാലത്തിന്റെ മാറ്റം അനുസരിച്ചുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലും തർക്കമില്ല. കാരണം ഇത് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥി നാളെ ഇതേ ബസ് ജീവനക്കാരനാവാം, മറ്റന്നാൾ ബസ്സിന്റെ ഉടമയാവാം. ഇത് ഈ നമ്മുടെ സർക്കിളിൽ വരുന്ന ഒരു വലിയ പുറത്തുനിന്ന് വരുന്ന ആളുകളല്ലേ, നമ്മൾ തന്നെയാണ് ഇത് മാറി മാറി വരുന്നത്. അപ്പോൾ ഒരേ തരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം വ്യത്യാസം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ സുഖമായ യാത്ര ഉറപ്പുവരുത്തണം, നമ്മുടെ ബസ് സുഖമായി യാത്ര നടക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വശം ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു യൂണിഫോം കുട്ടിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം അയാളുടെ ഡ്യൂട്ടി അവസാനിക്കും. ചിലപ്പോൾ 5 മണിക്ക് തുടങ്ങിയാൽ 6 മണിക്ക് തുടങ്ങി 10-11 മണിക്ക് അവസാനിക്കുമ്പോഴേക്കും ഒരു 600 മുതൽ 800 വരെ ടിക്കറ്റ് മുറിക്കുമ്പോൾ ഒരു 900 സ്വഭാവക്കാരനെ നേരിടേണ്ട ഒരു അവസ്ഥ തൊഴിലാളിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ അണിചേരാൻ സാംസ്കാരിക സംഘടനകളും ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിന് ചന്ദേര വികേഷ് സ്മാരക കലാകായിക സമിതി ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിക്കൊടുത്തു. ഉദ്ഘാടനത്തോടൊപ്പം വിദ്യാലയ വികസന രേഖ പ്രകാശനവും നടത്തി. M രാജഗോപാലൻ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിലെ 1ാം ക്ലാസ്സിനു വേണ്ടി ചന്ദേര വികേഷ് കലാകായിക സമിതിയാണ് ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് മറ്റൊരു സ്മാർട്ട് ക്ലാസ് റൂം M രാജഗോപാലൻ MLA വാഗ്ദാനം ചെയ്തു. ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഈ സ്കൂളിന് പ്രഖ്യാപിച്ചതായി അറിയിക്കുകയാണ്. സ്കൂളിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാലയ വികസന രേഖയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. വികസന സമിതി ചെയർമാൻ VV നാരായണൻ ഏറ്റുവാങ്ങി. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വികേഷ് കലാകായിക സമിതിയുടെ KV അജയൻ, ചെറുവത്തൂർ BPO K നാരായണൻ മാസ്റ്റർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ K ദാമോദരൻ, ഇഷാം പട്ടേൽ, രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MV കോമൻ നമ്പ്യാർ, PP കുമാരൻ, KT ശിവദാസ്, K ശ്യാമള എന്നിവരും സംബന്ധിച്ചു. മേരി ടീച്ചർ സ്വാഗതവും PTA പ്രസിഡന്റ് K മധു നന്ദിയും പറഞ്ഞു. സുധീന്ദ്ര ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുന്നുമ്മൽ GLP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ KG പൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുധീന്ദ്ര ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കുന്നുമ്മൽ GLP സ്കൂളിലെ കുട്ടികൾക്ക് കുടയും പുസ്തകവും നൽകിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ KG പൈ ഉദ്ഘാടനം നിർവഹിച്ചു. ആകാശ് നാരായണനെ T
കെ കോമളൻ അധ്യക്ഷനായി. എം രാമൻ, സുധാചന്ദ്രൻ, ദേവിരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മലബാറിൽ നാടൻ ഇനത്തിൽപ്പെട്ട ആടുകളുടെ ഏക സംരക്ഷണ കേന്ദ്രമാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. 3 ജില്ലകളിൽ നിന്ന് ശേഖരിച്ച 15 ആടുകളുമായി ആരംഭിച്ച ആട് സംരക്ഷണ കേന്ദ്രത്തിൽ 98 ആടുകളാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലുള്ളത്. നാടൻ ഇനത്തിൽപ്പെട്ട ആടുകളുടെ ഏക സംരക്ഷണ കേന്ദ്രമാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ശേഖരിച്ച 15 ആടുകളുമായാണ് ആട് സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. 98 ആടുകൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിൽ ഇപ്പോഴുണ്ട്. കർഷകരിൽ നാടൻ ആടുവളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. തദ്ദേശീയമായ ഇനങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിനും പ്രചരണത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ 1992 മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതിലെടുത്തു പറയത്തക്ക 2 കാര്യങ്ങളാണ്. ഒന്ന്, മലബാറി ആടുകളുടെ സംരക്ഷണവും അവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും. മലബാറി ആടുകളുടെ ഒരു നല്ല ശേഖരം തന്നെ നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതിന് ബീജസങ്കലനത്തിനുമെല്ലാം തദ്ദേശീയരായ ആളുകൾക്ക് വേണ്ടി വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വീട്ടിലെ ഒരു യൂണിറ്റായി, 4-5 യൂണിറ്റായി, ഒരു കുടുംബത്തിലെ ഒരു യൂണിറ്റായിട്ട് അതിനെ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ചെറിയ ചെറിയ മാതൃകകളും നമുക്കിവിടെയുണ്ട്. ബീജസങ്കലനം ആവശ്യപ്പെട്ട് ധാരാളം കർഷകർ ഇവിടെ എത്തുന്നു. 2 മുതൽ 4 മാസം വരെ പ്രായമുള്ള ആട്ടിൻകുട്ടികളെയാണ് കർഷകർക്ക് വളർത്താൻ നൽകുന്നത്. മറ്റ് ആടിനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ രോഗപ്രതിരോധ ശേഷി, ഒറ്റപ്രസവത്തിൽ ഒന്നിലധികം കുട്ടികൾ, തീറ്റയുടെ കാര്യത്തിൽ ചിലവ് കുറവ് എന്നിവ ഇവയുടെ പ്രത്യേകതയാണ്. തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ ദിവസവും ഫാമിനകത്ത് 3 മണിക്കൂർ മേയാനായി തുറന്നു വിട്ടുകൊണ്ടാണ് ഇവയുടെ പരിചരണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകാൻ ജില്ലാ കോടതിയിൽ പുതിയ സൗകര്യം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ കോടതി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കോടതിയിൽ തുടക്കമായി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചും ലോക പരിസ്ഥിതി ദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. ജില്ലാതല ഉദ്ഘാടനം ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കുമ്പള കൊടിയമ്മയിലെ കോഹനൂർ പബ്ലിക് സ്കൂളിൽ വൻ കവർച്ച. ഓഫീസ് മുറിക്കകത്ത് സൂക്ഷിച്ച 5,60,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. ബീഡിയുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് വൻ തുക നികുതി ചുമത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിൽ ബീഡി തൊഴിലാളികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം അസദുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യും. ജൂൺ 11 നടക്കുന്ന ചടങ്ങിൽ ബദർ സ്മരണയും നടക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.